ശബ്ദത്തിന് കാര്യം പറഞ്ഞു, ചേട്ടൻ KGF ഡബ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? ഹൗ വാസ് ദാറ്റ്, അല്ലെങ്കിൽ ആ ഓപ്പർച്യൂണിറ്റി എങ്ങനെയാണ് വന്നത്? ശങ്കർ സാർ അതിൻ്റെ ഡബിങ് ഡയറക്ടർ ആയിരുന്നത്. അപ്പം സാർ എൻ്റെ ഒരു വലിയ ഗോഡ് ബ്രദർ ഫിഗറാണ്. അപ്പോൾ സാർ എന്നെ അങ്ങനെ വലിയ ഓപ്പർച്യൂണിറ്റി തന്നപ്പം ഏറ്റവും എക്സൈറ്റഡ് ആയിരുന്നു, സന്തോഷം അല്ലേ. ഇവിടെ ഏറ്റവും കളക്ട് ചെയ്ത മൂവീസ് ഒന്നല്ലേ, അതിൽ KGF 2 ഞാൻ ഡബ് ചെയ്തു. 2 ക്യാരക്ടേഴ്സിന് ഡബ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതൊക്കെ ശബ്ദം കേട്ടിട്ട് എന്നെ വിളിച്ചിട്ട് ഇത് ചേട്ടനാണോ ചെയ്തതെന്ന് ചോദിച്ചവരൊക്കെ ഉണ്ട്. സോ ശബ്ദം ഐഡൻറ്റിഫൈ ചെയ്യുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. താങ്ക്സ് ടു മൈ ഡാഡ്. ഓക്കെ, നമ്മളിപ്പം ജീത്തു ജോസഫ് സാറിൻ്റെ സിനിമകളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ പറയും ജീത്തു ജോസഫ് സാറിൻ്റെ സിനിമയാണെന്നുണ്ടെങ്കിൽ കഥ പോലും കേൾക്കണ്ട, നമ്മൾ പോയി കമ്മിറ്റ് ചെയ്യും എന്ന് പറയും. ആൻഡ് ജീത്തു ജോസഫ് സാർ, ലാലേട്ടൻ, അപ്പോൾ നമ്മളിങ്ങനെ ആസ് ആൻ ആക്ടർ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുമല്ലേ, എൻഡ് ഓഫ് ദ ഡേ നമ്മളെല്ലാം മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ്. ഈ ഫാക്ടേഴ്സ് എല്ലാം അലൈൻ ചെയ്ത ഒരു സിനിമയിലേക്ക് വരികയാണ്. അപ്പോൾ ചേട്ടൻ ഇപ്പോഴും ചാൻസസ് ഒക്കെ ചോദിക്കാറുണ്ടോ? അല്ലെങ്കിൽ ഈ പിന്നെ ദൃശ്യം 3 അനൗൺസ് ചെയ്തപ്പോൾ ഞാൻ സാറിന് മെസ്സേജ് അയച്ചു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പോൾ പുള്ളി എന്ത് പറഞ്ഞു? പുള്ളി അതിനകത്ത് ഇവര് ഇപ്പം മിഥുൻ ചേട്ടൻ്റെ ആട് 3 വന്നപ്പോഴും ഞാൻ ചോദിച്ചു ചേട്ടാ, ഞാൻ ചിലയിടത്ത് എനിക്ക് ചോദിക്കാൻ പറ്റുള്ളൂ, ചിലയിടത്ത് ഞാൻ വളരെ ഓപ്പണായിട്ട് അങ്ങനെ റിക്വസ്റ്റ് ചെയ്യുള്ളൂ. ഐ മീൻ ആസ്ക് ഫോർ ചേട്ടാ ഇമ്മീഡിയറ്റ്ലി പറഞ്ഞു, എടാ ഇതൊരു ഫ്രാഞ്ചൈസിയാണ്, ഇതിൻ്റെ അകത്ത് കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, ഓൾറെഡി രജിസ്റ്റർ ആയിരിക്കുന്നതിലാണ്, നിനക്ക് എങ്ങനെയാണ് വേറൊരു ഇവർക്ക് അങ്ങനെ ഒരു ഇവരുടെ ഒരു നോഷൻ അങ്ങനെയുണ്ട്, ഞാൻ എങ്ങനെയാണ് ചന്തുവിനെ പിടിച്ചൊരു ചെറിയ പരിപാടി കൊടുക്കുക. പക്ഷേ അത് ഓരോരുത്തരുടെ കോൺസെപ്റ്റിൽ. പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം, നമ്മൾ ഒരുപാട് ആക്ടേഴ്സ് അഭിനയിക്കാൻ ആഗ്രഹിച്ച ഡയറക്ടേഴ്സിനോട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി ഇൻ മൈ ഏർലി സ്റ്റേജ്. പാപ്പലിൻ്റെ ജോഷു സാറിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി, K. മുതു സാറിനോട് വർക്ക് ചെയ്യാൻ പറ്റി, ജിത്തു സാറിനോട് വർക്ക് ചെയ്യാൻ പറ്റി, സേതു ചേട്ടൻ്റെ അടുത്ത്. ഇങ്ങനെ എനിക്ക് ഈ നമ്മൾ പറയില്ലേ ഇത് എപ്പിറ്റോം, നമുക്ക് അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുടെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് വലിയ സന്തോഷം എൻ്റെ ഏർലി സ്റ്റേജിൽ. അങ്ങനെ ഇവിടുത്തെ ഒരുപാട് സക്സസ്ഫുൾ ആർട്ടിസ്റ്റുകൾക്ക് പലർക്കും അത് പറ്റിയിട്ടില്ല. സോ ജോഷു സാറിനോട് വർക്ക് ചെയ്തൊരു സ്കൂളായിട്ടാണ് ഞാൻ കാണുന്നത്. അദ്ദേഹം ഇസ് വെരി പ്രൊഫഷണൽ പേഴ്സൺ. നമുക്ക് പണി അറിഞ്ഞിരിക്കണം. ഹീ ഈസ് നോട്ട് ഹിയർ ടു ടീച്ച് യു. നിങ്ങളെ പഠിപ്പിച്ച് നടനാക്കാൻ നിൽക്കുന്ന ആളല്ല, പണി അറിയുന്നവൻ ചെയ്യണം വന്നിട്ട്. ബിക്കോസ് സാറിൻ്റെ തലേ മൊത്തം എഡിറ്റഡ് സിനിമ കിടക്കുവാണ് ഇങ്ങനെ. പക്ഷേ സാർ പെട്ടെന്നൊരു അഭിനയം കണ്ടിട്ട് ഗംഭീരം എന്തെങ്ങനെയോ പറഞ്ഞു പോയപ്പോൾ അത് കിട്ടുന്നൊരു ഹൈ ഇല്ലേ, ജോഷി സെഡ് ദാറ്റ്, അതുണ്ട്. എന്നിട്ട് അവനൊരു ക്ലോസ് വെച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഇത് സർട്ടിഫിക്കേഷൻ പോലെ ഇവന് ക്ലോസ് വയ്ക്കാൻ വർത്തായിട്ടുള്ളൊരുത്തനാണ് എന്ന് പറയുന്ന പോലെ. അത് പോകാൻ നേരത്തെ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒരു താരമാവും, നീ എൻ്റെ ഹെൽത്ത് നോക്കണം കേട്ടോ എന്ന് കൊണ്ടുപോയി. ഞാനത് കേട്ട് ക്ലൈമാക്സ് കഴിഞ്ഞപ്പോൾ അതെനിക്ക് അതൊരു ഹൈ ഉണ്ട്. സോ ദീസ് ആർ ദ തിങ്സ് നമ്മളിപ്പോഴും ഇങ്ങനെ നിർത്തുന്നത്. അപ്രൂവൽ, വാലിഡേഷൻ, ഇങ്ങനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത ഇത് ഇത്ര ആളുകളാണല്ലോ എന്ന് തോന്നുന്നതാണ് നമ്മളിപ്പോഴും നിർത്തുന്നത്. അതർവൈസ് എപ്പോഴേ ഞാനത് ചിലപ്പോൾ ഇവിടുന്ന് ഇനി ഇന്ത്യ നിൽക്കത്തില്ല ഞാൻ. ഇഫ് ഐ ഹാവ് ടു സ്റ്റോപ്പ് ഐ ലീവ് ആൻഡ് ഗോ ടു യൂറോപ്പ്. നെതർലൻഡ്സിൽ വല്ലതും പോയിട്ട് സ്വാതിര ചേച്ചിയുടെ അടുത്തെങ്ങാനും പോയി നിൽക്കാം. സോ അതിനൊരു അത് ഭയങ്കര ലക്കായിട്ട് ഞാൻ, ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഇത്രയും വലിയ ഡയറക്ടേഴ്സിനോട്, ഷാജി കൈലാസ് സാറിനോട് ഹണ്ടിൽ എനിക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കഥ കേൾക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നത് ഫൈറ്റ് ഉണ്ടോ സാറിൻ്റെ ഫ്രെയിമിൽ ഫൈറ്റ് ചെയ്യാന്നുള്ളത്. അതിലങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റില്ലേ? അതൊരു വലിയ എൻ്റെ ഫിലിമോഗ്രഫി പിന്നെ എടുക്കുമ്പോൾ. സോ നാളെ ഞാൻ അങ്ങ് അപ്രത്യക്ഷനായി പോയാലും ഇതവിടെ ഉണ്ടാവും. ഡോക്യുമെന്റ് ചെയ്യാണല്ലോ. അതെ. ഓക്കെ. സോ ചേട്ടാ, നമ്മൾ നേരത്തെ പറഞ്ഞ ലാലേട്ടൻ, നമ്മൾ ആസ് എൻ ആക്ടർ അതാ ഞാൻ പറഞ്ഞു തന്നെ. ഞാനൊരു 18-ാം പേരുടെ ഇൻ്റർവ്യൂവിൽ ഒരു FM-ൻ്റെ ഇൻ്റർവ്യൂവിൽ അവർ ചോദിച്ചു, മമ്മൂക്കയുടെ അനിയനായി ഇനി എന്തുവാ റൈറ്റ്? ഞാൻ പറഞ്ഞു ലാലേട്ടനോട് അഭിനയം. അതൊരു അത്യാഗ്രഹമായിട്ട് നമുക്ക് അന്നൊന്നും ഫീൽ ചെയ്യുന്നില്ല. ലാലേട്ടനോട് ഇൻ 2-3 months ഐ ഗോട്ട് എ കോൾ ഫോർ റാമിൻ്റെ ഇതിൽ ദിത്തു സാർ എന്നെ വിളിച്ചു. റാം ഇതുവരെ വന്നിട്ടില്ല. റാമിന് ശേഷം 12th Man ഷൂട്ട് ചെയ്യുന്നത്. ആക്ച്വലി റാമിലാണ് ഞാൻ ആദ്യം അഭിനയിക്കുന്നത്. ലാലേട്ടൻ്റെ കൂടത്തിലുള്ള ക്യാരക്ടറാണ്. എൻ്റെ ഉള്ളിൽ ഭയങ്കര വേദനയുണ്ട് റാം ഇറങ്ങാത്തതിൽ. ലാലേട്ടൻ്റെ കൂടെ തന്നെ നമ്മൾ പണ്ടൊക്കെ നമ്മൾ ആഗ്രഹിക്കില്ലേ ലാലേട്ടൻ്റെ കൂടെ ഒരു ക്യാരക്ടർ ഇങ്ങനെ ത്രൂ ഔട്ട്. അങ്ങനെയായിരുന്നു അതിൻ്റെ അകത്ത്. പിന്നെ പുള്ളി ലാലേട്ടൻ പെട്ടെന്ന് ഭയങ്കര ബടി നമുക്കൊരു ചേട്ടനെ പോലെ ഫീൽ. ആദ്യം ഉണ്ടെങ്കിൽ ഓസ്ട്രൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കും. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ പുള്ളി തന്നെ നമ്മളെ വിളിച്ച് ഭയങ്കരമായിട്ട് പുള്ളി ഇപ്പം കാണിക്കും നമ്മളത്. ദെൻ വി വെന്റ് ടു ഹിസ് ഹൗസ്, ചോയ്സ് മറീനെ പോയി ഞങ്ങൾ പാർട്ടി ചെയ്തു. അവിടെ രാജുവേട്ടൻ ഉണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് പ്യുവർ സിനിമ ഫോർ മീ. അപ്പാർട്ട് ഫ്രം ദ സിനിമ വി ടോക്ക് അബൌട്ട്, എനിക്ക് ഭയങ്കര സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു അത്. പുള്ളിയുടെ വീട്ടിൽ, ലാലേട്ടൻ്റെ വീട്ടിൽ. അതുകൊണ്ട് തന്നെ ഇപ്പം അമ്മ മരിച്ചപ്പോഴും ഞാൻ ലാലേട്ടൻ്റെ അടുത്ത് പോയിരുന്നു. ലാലേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ അനനിച്ചേട്ടൻ വന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ ലാലേട്ടൻ്റെ അടുത്തോട്ട് കൊണ്ടുപോയി. ഐ ജസ്റ്റ് സാറ്റ് ഡൗൺ. ലാലേട്ടൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു. ലാലേട്ടൻ അപ്പോൾ എനിക്കെന്താ പറയേണ്ടതെന്നറിയില്ല. അത് അങ്ങനത്തെ ഒരു സാഹചര്യമാണല്ലോ. അത് ലാലേട്ടൻ ഏറ്റവും സ്നേഹം, ലാലേട്ടൻ അത്ര ഇമ്പോർട്ടൻ്റ് ഒരാളാണ്. എന്നിട്ട് ലാലേട്ടൻ ചിരിച്ചു, നീലൻ എന്ത് പറയുന്നു, സുഖമായിട്ടിരിക്കുന്നു. ഹി ആസ്ക്ഡ് ദാറ്റ്. ഐ ഡിഡ്ന്റ് നോ വാട്ട് ടു സേ. ഇത്രയും നാൾ കഴിഞ്ഞു ലാലേട്ടനെ കണ്ടിട്ട്. ലാലേട്ടൻ ആദ്യം ഉടനെ നീലൻ സുഖമായിട്ടിരിക്കുന്നു മോനെ. ദാറ്റ് ഈസ് ഹിം. ദാറ്റ് ഈസ് എ വാല്യൂ ഹി ഗിവ്സ്. അപ്പോൾ
അതൊക്കെ ഒരു ലൈഫിൽ ഭയങ്കര ഒരു ടേക്ക് അവേ ആണ്. നേരത്തെ കുറേ സിനിമാറ്റിക് എക്സ്പീരിയൻസിനെ കുറിച്ച് പറഞ്ഞു, സിനിമയുടെ കാര്യം പറഞ്ഞു, ഫീനിക്സിനകത്തെ സീനിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ തിയേറ്ററിൽ നമ്മൾ തിയേറ്റർ എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായത് അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണെന്ന് തോന്നിയിട്ടുണ്ടോ? ആഡഡ് ആണ്, നോട്ട് ആസ് എ മീഡിയം. നേരത്തെ പറഞ്ഞില്ലേ ഒരു മീറ്റർ ഉണ്ട് ഫീനിക്സിൽ ചെയ്ത സമയത്ത്, അത് അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് പോകരുത്, ആ കറക്റ്റ് മീറ്റർ പിടിക്കണം. അത് തിയേറ്റർ എക്സ്പീരിയൻസ് നിന്ന് കിട്ടിയതാണ്. അതല്ല, തിയേറ്ററിന് ഇതിന് രണ്ട് മീഡിയമാണ്. ഒന്ന് നമ്മൾ ക്യാമറയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, മറ്റൊരു വലിയ ഓഡിയൻസിന് വേണ്ടി ചെയ്യുന്നത്. യു നീഡ് ടു ബി ലൗഡ്, ബാക്കി ഇരിക്കുന്ന ആളും കേൾക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഗ്രീക്ക് തിയേറ്റർ പോലെയൊക്കെ ഇത്രയും 5000 പേര് 10000 പേര് ഇരിക്കുന്നിടത്ത് ആൾ പറഞ്ഞുകൊണ്ടിരുന്നിടത്താണ് ഡ്രാമ എന്ന് പറയുന്നത് മീഡിയം സ്റ്റാർട്ട് ഡെവലപ്പ് ചെയ്ത് വന്നത്. സോ ഒരു പ്രൊസീനിയത്തിൽ ഇത്രയും പേര് ഇരിക്കുമ്പോഴത്തേക്കും നമ്മൾ ഉറച്ച് പറയും. പിന്നെയാണല്ലോ ഷോ മേക്കൊക്കെ വന്നിട്ട് നമുക്ക് കുറച്ചും കൂടെ പതുക്കെ പറയാമെന്നായത്. അതിൻ്റെ മീറ്റർ ആയിരിക്കില്ല ഇതിൽ, പക്ഷേ ഇറ്റ് ഹെൽപ്സ് നമുക്ക് ആസ് എൻ ആക്ടർ നമ്മളെ എയ്ഡ് ചെയ്യും, നമ്മളൊന്ന് എക്യുപ്പ് ചെയ്യുക സാധനം. എത്രയോ നാളുകൾ ഓൺ സ്റ്റേജ് നമ്മൾ നിന്ന് ക്യാരക്ടർ പ്രോക്സിമിറ്റിയിൽ നമ്മൾ നിന്ന് പെർഫോം ചെയ്ത് അവിടെയും മാസ്ക് ചെയ്യാൻ പാടില്ല, അവിടെയാണുള്ള ഇതെല്ലാം നമുക്കുള്ള കാര്യങ്ങളാണ്. പക്ഷെ അതൊരു ഇങ്ങനെ മാത്രമാണെന്നേ ഉള്ളൂ. ഇതൊരു ക്യാമറയാണ്, ലെൻസിന് വേണ്ടി നമ്മൾ അഭിനയിക്കുന്നത്. ലെൻസ് അറിഞ്ഞിരിക്കണം നമ്മളെപ്പോഴും സിനിമയിൽ. അതിൻ്റെ സട്ടിലിറ്റി, അതിൻ്റെ ഒരു മീറ്റർ ഇസ് വേ ഡിഫറെൻറ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ അതിനകത്ത് അങ്ങനെ കമന്ന് വീഴുന്നില്ലേ, അതുവരെ ഒറ്റ ടേക്കും, ഇരുന്നിട്ട് വീഴുന്നത് വേറൊരു ടേക്കാണ്. ആ ഇരുന്നിട്ട് വീഴുന്ന ടേക്ക് ഇടിച്ചു കഴിഞ്ഞാൽ തറയിൽ വീണാൽ പിന്നെ അതിങ്ങനെ ഫ്ലിപ്പ് ചെയ്യും, ഞാൻ കരയണം, വെഹമെൻ്റ്ലി ഐ ഷുഡ് ക്രൈ. ലെൻസ് ചേഞ്ചിൽ ഞാനത് ശ്രദ്ധിക്കുന്നില്ല, കരഞ്ഞ് എന്നെ കട്ടി പറഞ്ഞിട്ട് വിഷ്ണു വിളിച്ചിട്ട് ഇതൊന്ന് കണ്ടു നോക്കുമോ ഒന്ന്. അപ്പം കാണുമ്പം എൻ്റെ മുഖം വികൃതമായിട്ടിരിക്കുക, കരയുന്നത് യു ഫീൽ അഗ്ലി, ഇങ്ങനെയൊക്കെ ആയിപ്പോവും എന്ന് പറഞ്ഞ് ഇതേറ്റ് ചെയ്യും. സോ ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ആ ലെൻസിന് അത്രയും വേണ്ട. സോ തിയേറ്ററിൽ അങ്ങനെയില്ല. ബട്ട് ഇറ്റ് വിൽ എക്വിപ്പ് യു ആസ് എൻ ആക്ടർ. നമ്മളെ ഒന്ന് അത് നമ്മളെ കോൺഫിഡൻസിനെ, നമ്മുടെ കോ ആക്ടർ പ്രോക്സിമിറ്റിയെ, ആ റിലേഷനല്ലോ അതൊരു സൈക്കോളജിയാണ്. അതിന് നമ്മൾ ഹെൽപ്പ് ചെയ്യും. മോഡുലേഷനെ, നമ്മളെ മുഖത്ത് വരുത്തേണ്ട ആ ഭാവങ്ങളെയൊക്കെ നമ്മുടെ പാസ്റ്റിൽ നമ്മൾ ചെയ്ത ഇത്തരം ഇത് നമ്മളെ എക്വിപ്പ് ചെയ്യും. പക്ഷേ രണ്ട് മീഡിയ, രണ്ട് ടൈപ്പ് ഓഫ് ആക്ടിങ് ആണ്. സിനിമയിൽ വന്നതിന് ശേഷം ചേട്ടൻ്റെ ലൈഫിലുണ്ടായ ഒരു പ്രൈസ്ലെസ് മൊമെൻറ്റ് പറയാമോ? ഏതെങ്കിലും ഒരു പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഓർമ്മ വരുന്നത്. പ്രൈസ്ലെസ് ഈസ് ബീയിങ് വിത്ത് ലാലേട്ടൻ അറ്റ് ഹിസ് ഹൗസ്. അത് വേറെ ഒന്നും എനിക്കങ്ങനെ പ്രൈസ്ലെസ് എന്ന് പറയാൻ. ഇത് എൻ്റെ മൊമെൻറ്റ്സ് ഒരുപാടുണ്ട്, പേഴ്സണൽ മൊമെൻറ്റ്സ്. ഈ ഫീനിക്സ് കഴിഞ്ഞപ്പം ആളുകൾ ഇരുന്ന് വിഷമിച്ച് കരയുന്നതാണെങ്കിലും അതൊരു ട്രൊമാറ്റിക് എക്സ്പീരിയൻസ് ആണെങ്കിലും ഐ ഡിഡ് ദാറ്റ് എന്നൊരു സാധനം. ഓടി വന്ന് തന്നെ കെട്ടിപ്പിടിച്ചവരുണ്ട്. ഇതൊക്കെ നമുക്ക് എല്ലാം കളക്റ്റീവ്ലി ഭയങ്കര പ്രൈസ്ലെസ് മൊമെൻറ്റ്സ് ആണ്. പക്ഷേ ഒരു റിയൽ ടൈമിൽ സിനിമയിൽ വന്നതിന് ശേഷം റിയൽ ടൈം നോക്കുന്നത് എനിക്ക് ആ വീട്ടിൽ അത്രയും നേരം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായതാണ്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ റാപ്പിഡ് റൗണ്ടിലേക്ക് പോവാം. Okay. ചോദ്യങ്ങളെ കുറച്ച്. ഓക്കെ. അതായത് ചേട്ടൻ്റെ ഒരു കംഫർട്ട് ഫുഡ്, അല്ലെങ്കിൽ ആ ഫുഡിന് വേണ്ടി നമ്മൾ ട്രാവൽ ചെയ്ത് പോയി കഴിച്ച ഒരു എക്സ്പീരിയൻസോ ഓർ ചേട്ടൻ്റെ ഒരു കംഫർട്ട് ഫുഡ്? ട്രാവൽ ചെയ്ത് പോയി കഴിച്ച എക്സ്പീരിയൻസ് അങ്ങനെ പറയാൻ അങ്ങനെയൊന്നും ഞാൻ അങ്ങനെ ഫൂഡി അല്ല ഞാൻ. അല്ല, ഓക്കെ. പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഇതാണ്. എനിക്ക് ബാംഗ്ലൂരിൽ അക്കാസ എന്നൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് അവിടുത്തെ ഈ ബീഫ് സ്റ്റേക്ക് പോലെ ചിക്കൻ സ്റ്റേക്ക് അത് എനിക്ക് അവരുടെ ഫ്ലേവർ. സോ എനി ടൈം ഐ ഗോ ടു ബാംഗ്ലൂർ എനിക്ക് ലക്കാസ പോകണം. എന്നെ എപ്പോഴും എന്തിനാന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് ലക്കാസയിൽ പോകണം. എന്നിട്ട് എൻ്റെ കൂട്ടുകാരെയൊക്കെ കൊണ്ടുപോകുമ്പോൾ ബാംഗ്ലൂർ പോകാമെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ലക്കാസ പോകണം. പോയില്ലെങ്കിലൊന്നുമില്ല, പക്ഷേ എനിക്ക് എവിടെയും ആ ടേസ്റ്റ് ചെയ്യുന്നത് എന്നെ പഠിപ്പിച്ച സമയത്തൊക്കെ ഞാൻ അവിടെ പോയി കഴിച്ചിട്ട് അതിൻ്റെ ഒരു ഇത് കിടപ്പുണ്ട് എനിക്ക്. ദാറ്റ്സ് സ്പോട്ട്, അവർ അത് സെർവ് ചെയ്യുന്നത് രീതി കൊണ്ടാണ്. കുനാഫ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു ഒരു സ്വീറ്റ് ഡീഷ്യസ് സാധനമാണത്. അങ്ങനെ അല്ലാതെ എനിക്കൊരു പെർട്ടിക്കുലർ ഒരെണ്ണത്തിന് വേണ്ടി. പിന്നെ വീട്ടിൽ പോയാലുള്ള കംഫർട്ട് ഫുഡ് ഏതാ? വീട്ടിൽ പോയാൽ ഈ പറയുന്ന നാടൻ പരിപാടിയൊക്കെ തന്നെയാണ് കൂടുതലും എൻ്റെ അവിടെ ഏറ്റവും ഇഷ്ടമുള്ളത്. പക്ഷേ നമ്മൾ യൂറോപ്പ് പോയിരുന്നു, ആംസ്റ്റർഡം പോയപ്പോഴത്തേക്കും അവിടുത്തെ പാൻ കേക്ക് അതെന്നെ ഭയങ്കര, നമ്മൾ പറയില്ല നമ്മളിങ്ങനെ ഓർഗാസ്മിക് ആയിട്ട് ഇരുന്ന് പോയ മൊമെൻറ്റ്. വി ഹാവ് ഹാഡ് പാൻ കേക്ക്സ് ഹിയർ, ബാക്ക് ഗോവയിലൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ട്. പക്ഷേ പാൻ കേക്കിന് വേണ്ടി ഒരു കഫേ, ഒരു റെസ്റ്റോറൻറ്റ്, അവിടെ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാൻ കേക്ക്സ്, ഇറ്റ്സ് ഡെലീഷ്യസ്. നമ്മളിങ്ങനെ അലിഞ്ഞു പോണേ. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് നമ്മൾ അതിനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇത് കിട്ടുമ്പോഴേ. എന്നിട്ട് അവിടെ നിന്നിട്ട് എന്തല്ലേ സ്വാതി, യു ജസ്റ്റ് കീപ് ബ്ലാബറിങ് ബിക്കോസ് ഇറ്റ്സ് സോ ഡെലീഷ്യസ് ദാറ്റ് യു കാൻ ഹെൽപ്പ് സേ. അങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ട്.